വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ മധുരക്കിഴങ്ങിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. മധുരക്കിഴങ്ങ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ആണ് ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, പ്രമേഹ രോഗികൾക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക് മധുരക്കിഴങ്ങ് കഴിക്കാവോ, അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ മധുരക്കിഴങ്ങ് കഴിക്കാവോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാമെന്നാണ് അതിൻ്റെ ആൻസർ. പക്ഷേ ഇത് കുക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഒരു ഫുഡ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതി, അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ആ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇത് കുക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ലോ ആയിട്ടും ഹൈ ആയിട്ടും ഒക്കെ നിൽക്കും. അപ്പോൾ പ്രമേഹ രോഗികൾ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് ഇത് കഴിക്കേണ്ടത്. അത് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ മധുരക്കിഴങ്ങിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ്, കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്, കൊടുക്കാൻ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ ഒരുപാട് ഫൈബർ റിച്ച് ആണിത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടലിന് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ളവർക്കൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ഒക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ബീറ്റ കരോട്ടിനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ബീറ്റ കരോട്ടിനും വൈറ്റമിൻ എയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഹെയർ സ്ട്രെങ്തൻ ആവാനും അതുപോലെ തന്നെ ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹെയർ സ്ട്രെങ്തോടെ വളരാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഉള്ളത്, പക്ഷേ കലോറിക് വാല്യൂ കുറവുമാണ്. അതുകൊണ്ട് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. ഒരു വീക്ക്ലി 3-4 ടൈംസ് ഒരു മീലായിട്ട് കഴിക്കാവുന്നതാണ് വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്കും ജിമ്മിലൊക്കെ പോകുന്നവർക്കും. പിന്നെ ഇതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മസിലിൻ്റെ സ്ട്രെങ്ത്തിനും മസിൽ റിലാക്സേഷനും ഒക്കെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് എക്സസൈസൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ്. ഇത് നമ്മുടെ ഹൃദയാരോഗ്യത്തിനും വൃക്കകൾക്കും ഒക്കെ നല്ലതാണ്. ഇതിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ, LDLനെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരു വീക്ക്ലി 3 ടൈംസ് ഒക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയാസിനെ, ഗുണകരമായ ബാക്ടീരിയാസിനെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനും കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം കുറയ്ക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ഈ പ്രമേഹ രോഗികൾക്ക് ഇത് എങ്ങനെ കഴിക്കാം, ഏത് മെത്തേഡിൽ കഴിക്കാമെന്ന് നോക്കാം. പ്രമേഹ രോഗികൾ ഇത് പുഴുങ്ങിയാണ് കഴിക്കേണ്ടത്, അതായത് ബോയിൽ ചെയ്തിട്ട്. അപ്പോൾ എത്രത്തോളം ടൈം എടുത്ത് ഇത് ബോയിൽ ചെയ്യുന്നോ അത്രത്തോളം ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയുകയും പ്രമേഹ രോഗികൾക്ക് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ റൈസ് ചെയ്യില്ല, ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ആഹാരം കഴിക്കുന്നതോറും. അപ്പം നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡിന് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇത് ബോയിൽ ചെയ്യുന്നതെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറയും, ഒരു 45 എത്തും. അത് വളരെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അതേസമയം ഇതൊരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ നമ്മൾ പുഴുങ്ങുകയാണെങ്കിൽ ഒരു 61+, അത് 61 മുതൽ ഒരു 75-78 വരെയൊക്കെയാണ് ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതേസമയം ഇത് ബേക്ക് ചെയ്യോ, റോസ്റ്റ് ചെയ്യോ, ഫ്രൈ ചെയ്യോ ഒക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടും, 80+ ആവും. അതൊരു കൂടിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പം പ്രമേഹ രോഗികൾ ആ രീതിയിൽ കഴിക്കാനായിട്ട് പാടില്ല. അപ്പോൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് ഇത് പുഴുങ്ങിയാണ്, അതും ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ടൈം എടുത്ത് പുഴുങ്ങിയാണ് ഇത് കഴിക്കേണ്ടത്. 30 മിനിറ്റ്സ് ഒക്കെ വളരെ ലോ ഫ്ലെയിമിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതധികം നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റൈസ് ചെയ്യില്ല. പ്രമേഹ രോഗിയൊക്കെ കഴിക്കാം. ഒരു ആഴ്ചയിൽ ഒരു 3-4 തവണ ഒരു മീലായിട്ട്, ഒരു സമയത്ത് ആഹാരമായിട്ട് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാവുന്നതാണ്. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എന്തെങ്കിലും കമൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ഇടുക. ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.